സോ ഇന്ന് എടുത്തിട്ടുള്ള ബി ടി സി സ്കാൽപ്പിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ വീഡിയോ ആണ്. ഞാൻ ആദ്യം 15 മിനിറ്റ്സ് ആണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. 15 മിനിറ്റ്സ് ചാർട്ട് എടുത്ത് നോക്കിയപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ട് മേലോട്ട് പോയിട്ടുണ്ട് അല്ലേ. പ്രൈസ് വീണ്ടും ആ ഒരു ഏരിയയിലോട്ട് വരേണ്ടതുണ്ട്. താഴെ ഒരു FEG കാണുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങോട്ട് പ്രൈസ് എന്തായാലും ഒരു ക്യുക്കായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് വരേണ്ടത്, ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് കിട്ടിയിട്ടുള്ള ഒരു ഏരിയ മാർക്ക് ചെയ്യുന്നുണ്ട്. പ്രൈസ് വീണ്ടും ആ ഒരു ഏരിയയിലോട്ട് വന്ന് താഴോട്ട് വരാൻ സാധ്യത. നേരെ ഞാൻ എൻട്രി ടൈം ഫ്രെയിം ആയിട്ടുള്ള 1 മിനിറ്റ് എടുത്തു. സ്കാൽപ്പ് ചെയ്യുന്നത് ഇത്തിരി റിസ്ക്കിയാണ്. അപ്പോൾ ഒരു ഷോർട്ട് പൊസിഷൻ ഞാനിവിടെ ചെയ്യാൻ വെക്കുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞത്, ഇപ്പോൾ പ്രൈസ് നിൽക്കുന്ന ഒരു പോയിൻ്റ് ഉണ്ട്. ആ ഒരു ഏരിയയിൽ നിന്ന് പ്രൈസ് ഒരു ബോഡി ക്ലോസോട് കൂടി താഴോട്ട് വരണം. ഇവിടെ ബോഡി ക്ലോസ് കിട്ടിയിട്ടുണ്ട്, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ട് ഇവിടെ. ദെൻ മേലെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. പ്രൈസ് ആ ഒരു FEG ഏരിയയിലാണ് എൻ്റെ എൻട്രി എടുക്കുന്നത്. എക്സാക്ട്ലി ഇപ്പോൾ എൻട്രി ട്രിഗർ ആയിട്ടില്ല. ആ ഒരു എൻട്രി ട്രിഗർ ആവണമെന്നുണ്ടെങ്കിൽ പ്രൈസ് വീണ്ടും ആ ഒരു ഏരിയയിലോട്ട് വരേണ്ടതുണ്ട്. സോ എൻ്റെ എൻട്രി ട്രിഗർ ആയിട്ടുണ്ട്. പ്രൈസ് നല്ല രീതിക്ക് ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് അവിടെ നടക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നോക്കാം. ദെൻ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് പ്രൈസ് കറക്റ്റ് ആ ഒരു ഏരിയ റെസ്പെക്റ്റ് ചെയ്തു. ദെൻ നമ്മുടെ ആ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുള്ള ഏരിയയിലോട്ട് വീണ്ടും വന്നു. ദെൻ അവിടുന്ന് ലിക്വിഡിറ്റി എടുത്തിട്ടാണ് പ്രൈസ് താഴോട്ട് വരുന്നത്. നമ്മളൊരിക്കലും ആ സ്റ്റോപ്പ് ലോസ് വെക്കുന്ന പോയിന്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. അതാണ് ഞാൻ അവിടെ ആ ഒരു SL ഇത്തിരി മുകളിൽ വെച്ചിട്ടുള്ളത്. വീണ്ടും ആ ഒരു ഏരിയയിലോട്ട് പ്രൈസ് വരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ മുകളിൽ SL വെച്ചിട്ടുണ്ട്. ഒരു ബ്രീതിങ് സ്പേസ് എപ്പോഴും നമ്മൾ കൊടുക്കണമല്ലോ. സോ ഈ ഓവറോൾ ഈ ഒരു പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഒരു എൻട്രിയിലേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് സ്റ്റോപ്പ് ലോസ് ഇത്തിരി വലുതായാലും ഞാൻ എക്സാക്റ്റ് എൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞത് 1.5 റിസ്ക്കാണ് ഞാൻ ചെയ്യുന്നത് ഒരു ട്രേഡിൽ എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഇത്തിരി വലുതായാൽ പോലും ഓവറോൾ പൊസിഷൻ്റെ സ്റ്റോപ്പ് ലോസ് ആണല്ലോ വരുന്നത്. അപ്പോൾ എനിക്ക് അവിടെ SL അടിക്കുകയാണെന്നുണ്ടെങ്കിൽ 1.5 മാത്രമേ എനിക്ക് അവിടെ ലോസ് വരുന്നുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസ് ഇത്തിരി മുകളിലാണ്, ടൈറ്റ് ആക്കിയിട്ട് വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രൈസ് ആ ഒരു ഏരിയയിലോട്ട് വന്ന് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ട് പ്രൈസ് താഴോട്ട് വരുന്നുണ്ട്. എൻ്റെ എൻട്രി വരുന്നത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, ആ ഒരു FEG ഏരിയയിലാണ് വരുന്നത്. ദെൻ ഇനി നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. എൻ്റെ ടാർഗറ്റിൽ ചെറിയ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഒരു 2 പോയിൻറ്റ്സ് ആദ്യം ഞാനൊരു 3 റിസ്ക് റിവാർഡാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ അതിൽ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. കാരണം ആ ഒരു FEGയിൽ നിന്ന് പ്രൈസ് ഒരു റിവേഴ്സ് സംഭവിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ വീണ്ടും ആ ഒരു ടാർഗറ്റ് ഏരിയയിലോട്ട് വീണ്ടും പോയേക്കാം. ബട്ട് ഞാനിവിടെ ഒരു റിസ്ക് എടുക്കാൻ വില്ലിങ്ങല്ല. കാരണം ഈ നമ്മുടെ സ്കാൽപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഇത്തിരി കോൺഷ്യസ് ആയിട്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് റിവേഴ്സ് വന്നതായിട്ട് എനിക്കൊരു ചാൻസ് കാണുന്നുണ്ട്. നല്ല ഒരു ഗ്രീൻ ക്യാൻഡിൽ വരുന്നുണ്ട്, നല്ലൊരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ എൻട്രി ഏകദേശം ഞാൻ ഇതിൽ കാണുന്ന പോലെ ഒരു 2 പോയിൻറ്റ് സംതിങ് റിസ്ക് റിവാർഡിൽ ഞാൻ ഈ ഒരു എൻ്റെ ട്രേഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. 2.25 റിസ്ക് റിവാർഡ് റേഷ്യോയിൽ എൻ്റെ ട്രേഡ് ക്ലോസ് ആക്കിയിട്ടുണ്ട്. ദെൻ എൻ്റെ ടാർഗറ്റ് എനിക്ക് ഓക്കെയാണ്. പ്രൈസ് വീണ്ടും ആ ഒരു ലൈൻ മാർക്ക് ചെയ്തിട്ടുള്ള ഡ്രോൺ ലിക്വിഡിറ്റി ഇരിക്കുന്ന ഏരിയയിലോട്ട് പ്രൈസ് പോയേക്കാം. ബട്ട് കുഴപ്പമില്ല, ഞാൻ സ്കാൽപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്കൊരു ഒരു 5-10 മിനിറ്റ്സ് കൊണ്ട് തന്നെ എൻ്റെ ടാർഗറ്റ് ഓൾമോസ്റ്റ് ഹിറ്റാണ്. ഒരു 75%ഓളം. നമ്മൾ ഒരു സെറ്റപ്പിൽ അധിക സമയം സ്റ്റിക്ക് ഓൺ ചെയ്യാൻ നിർബന്ധമൊന്നുമില്ല. ചില സമയത്ത് നമ്മുടെ ടാർഗറ്റിൻ്റെ അടുത്തെത്തി തിരിച്ച് സ്റ്റോപ്പ് ലോസ് ഹിറ്റാവുന്ന സിറ്റുവേഷൻ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഓൾമോസ്റ്റ് ഒരു പ്രോഫിറ്റിൽ നമുക്ക് ഈ ഒരു ട്രേഡ് എക്സിറ്റ് ആയിട്ടുണ്ട്. സോ ഇതാണ് ഇന്നെടുത്ത സ്കാൽപ്പിൻ്റെ അനലൈസ് എന്ന് പറയുന്നത്. സോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.